കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ട് വിധി. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ചുരിയിലെ മദ്രസ അധ്യാപകനായിരുന്ന അദ്ദേഹത്തെ മദ്രസയിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, പ്രതികളായ 3 RSSകാരെയും വെറുതെ വിട്ടിരിക്കുന്നു കോടതി. എന്താണ് വിധി? സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടോ? വിവരങ്ങൾ. ധന്യ, അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി KK ബാലകൃഷ്ണൻ വിധി പ്രസ്താവിച്ചത്. 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഇതിന്റെ പൂർണ്ണമായ ജഡ്ജ്മെന്റ് ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ലഭിക്കും. എന്തായാലും ഇവരുടെ റിയാസ് മൗലവിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വലിയ തോതിലുള്ള സുരക്ഷയാണ് രാവിലെ മുതലേ കോടതി പരിസരത്ത് കാണാനായത്. കൃത്യമായ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരുന്നു അകത്ത് കടന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും 2017 മാർച്ച് 20 പുലർച്ചെയാണ് ഇത്തരത്തിൽ പഴയ ചൂരിപ്പള്ളിയിലെ താമസ സ്ഥലത്ത് കയറി ഒരു സംഘം റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത്. കേസിൽ ഈ കേളുകുഡ അയ്യപ്പനഗർ ഭജന മന്ദിരത്തിൽ സമീപ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരായിരുന്നു ഈ പ്രതികൾ. എന്തായാലും ഈ 7 വർഷമായി ഈ പ്രതികൾ ജാമ്യം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ജയിലിൽ തന്നെയായിരുന്നു. ഇപ്പോൾ 3 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു കേസ്? 2017 സംഭവം നടക്കുന്നത്. അതിനുശേഷമുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. തീർച്ചയായും 3 ദിവസത്തിനകം തന്നെ പ്രതികൾ അന്ന് അറസ്റ്റിലായിരുന്നു. DNA പരിശോധനാ ഫലമടക്കം 50ലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 97 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. 215 രേഖകളും ഒപ്പം 45 തൊണ്ടി മുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിച്ചത് മതസൗഹാർദ്ദം തകർക്കൽ, വർഗീയ കലാപമുണ്ടാക്കൽ എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൊലപാതകം എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു വാദം തന്നെ. എന്തായാലും ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 3 പ്രതികളെയും വെറുതെ വിടാൻ ഇടയാക്കിയതെന്ന് സംബന്ധിച്ച് ഈ ജഡ്ജ്മെന്റ് പൂർണ്ണ രൂപം കിട്ടിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ. എന്തായാലും ഇത് ഒരു മതക്കൊല എന്ന് ആദ്യം മുതലേ ഇപ്പം ബൈജു പറഞ്ഞു വന്നതുപോലെ പറഞ്ഞിരുന്ന കേസാണ്. നമുക്കറിയാം ഇത്രയധികം വർഷങ്ങൾ ഇതിൽ പോയി. വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഇതിൽ ജാമ്യാപേക്ഷ നിരവധി തവണ പ്രതികൾ സമർപ്പിക്കുകയുണ്ടായിരുന്നു. അതിനിടയിലാണ് കൃത്യമായിട്ട് ഇതിലൊരു ആക്ഷൻ കമ്മിറ്റിയുടെ ഇടപെടലുണ്ടായത്. അത് ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടു. കഴിഞ്ഞ 7 വർഷവും ഈ പ്രതികൾ ജയിലിലായിരുന്നു. പക്ഷേ കേസിന്റെ തുടക്കം മുതലേ നമുക്കറിയാം ഇത് മതപരമായിട്ട് അല്ലെങ്കിൽ മതവിദ്വേഷം കൊണ്ട് മാത്രം കൊന്നു എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. ഇതിനിടയിൽ ജഡ്ജിമാർ പലവട്ടം മാറുന്നു. അങ്ങനെ വലിയ അട്ടിമറികൾ നടന്നിട്ടുള്ള കേസായി കൂടി ഇത് കാണേണ്ടതുണ്ട്. അവസാനം ഇത്രകാലം ജയിലിലുണ്ടായിരുന്ന പ്രതികളെല്ലാം നിരപരാധികളാണ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കേസ് എത്തി നിൽക്കുമ്പോൾ എന്തായിരിക്കും പൂർണ്ണമായും വിധി പകർപ്പിൽ ഉണ്ടാകാൻ സാധ്യത? ഇനി എങ്ങനെയായിരിക്കും കുടുംബത്തിന്റെ നീക്കം? 97 സാക്ഷികളെ വിസ്തരിക്കുകയും ഇത്രത്തോളം തെളിവുകൾ ശേഖരിക്കുകയും മാത്രമല്ല 7 വർഷം ഇവർക്ക് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇത് ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിയാണ്. എന്തായാലും കുടുംബം വലിയ ആശങ്ക രേഖപ്പെടുത്തി. എന്തായാലും സർക്കാർ അപ്പീൽ പോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സംബന്ധിച്ച് പ്രതികരണം ഇപ്പോൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബം ഇവിടെ ഉണ്ട്. എന്നാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ പൂർണ്ണരൂപം, ഈ ജഡ്ജ്മെന്റ് പൂർണ്ണരൂപം കിട്ടിയാൽ മാത്രമേ ഇത് എന്തുകൊണ്ടാണ് 3 പ്രതികളെയും ഇത്തരത്തിൽ വെറുതെ വിടാൻ ഇടയായ സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും തെളിവുകളുടെ അഭാവം അങ്ങനെ അത്തരത്തിലായിരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഏതായാലും അത് പൂർണ്ണമായും ലഭിച്ചാൽ മാത്രമേ അതിനൊരു സ്ഥിരീകരണം നമുക്ക് പറയാൻ സാധിക്കൂ. വളരെ പ്രമാദമായ ഒരു കേസിലാണ് ഇത്തരത്തിൽ 3 പ്രതികളെയും. നമുക്കറിയാം രാവിലെ മുതൽ തന്നെ അവിടെ നഗരത്തിലും കോടതി പരിസരത്തും ഒക്കെ കനത്ത സുരക്ഷയായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. ഒരു സംഘർഷാവസ്ഥ പറയുന്നുണ്ടോ പോലീസ്? തീർച്ചയായും ഇപ്പോൾ ജില്ലയിൽ ഉടനീളം സുരക്ഷാ സംവിധാനം വിന്യസിപ്പിച്ചിട്ടുണ്ട്. കോടതിയിൽ മാത്രമല്ല, ഇപ്പോൾ ഈ വിധി പുറത്തു വന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ മുഴുവൻ ഇത്തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ കൊലപാതകം നടന്ന ദിവസം വലിയ സംഘർഷം ഉണ്ടായതായിരുന്നു അന്ന് കാസർഗോഡ് ജില്ലയിൽ. അത്തരത്തിൽ വർഗീയ സംഘർഷം ഉൾപ്പെടെ വലിയ തോതിൽ ഉണ്ടായ ഒരു സാഹചര്യം അന്ന് ഇടയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ജില്ലാ പോലീസ് മേധാവി തന്നെ നേരിട്ട് ഇപ്പോൾ കോടതിയിൽ പരിസരത്തുണ്ട്. അത്തരത്തിൽ ജില്ലയിൽ ഉടനീളം ഇപ്പോൾ ഈ സുരക്ഷ വിന്യസിച്ചിട്ടുണ്ട്. കോടതി പരിസരത്ത് രാവിലെ മുതൽ തന്നെ വളരെ കൃത്യമായ പരിശോധനയോടുകൂടിയായിരുന്നു ഈ നടപടിക്രമങ്ങൾ, കോടതി നടപടിക്രമങ്ങൾ തുടർന്നത്. മാത്രമല്ല ഈ ജഡ്ജിന് തോക്ക് ആയുധധാരിയായ പോലീസ് സുരക്ഷ
ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ അത്തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനം ഇപ്പോഴും ഈ കോടതി പരിസരത്ത് മറ്റ് കേസുകളൊന്നും ഈ സെഷൻസ് ജഡ്ജി ഇത് വേറെ മറ്റ് കേസുകളൊന്നും ഇല്ല. ഈ ഒരു കേസ് മാത്രമാണ്. ആദ്യം തന്നെ ഈ കേസ് വിളിക്കുന്നു, 3 പ്രതികളും വെറുതെ വിട്ടു എന്ന് മാത്രമാണ് ഈ ജഡ്ജി പ്രസ്താവിച്ചത്. മറ്റ് കാര്യങ്ങൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കും. ഇതിൽ അത്ഭുതം അതാണ്, പ്രോസിക്യൂഷൻ തന്നെ മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച കേസാണ്. കാരണം ഗൂഢലക്ഷ്യത്തോടെ സാമുദായിക സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യത്തോടെ നടത്തിയ കൊലപാതകം എന്ന് തന്നെ കരുതിയിരുന്ന, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു കൊലപാതകത്തിലാണ് ഇപ്പോൾ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. എത്രത്തോളം ഞെട്ടലിലാണ് കുടുംബം? വളരെ അപ്രതീക്ഷിതമായ വിധി എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ വലിയ ജീവദുരന്തമോ ഒപ്പം അതിനപ്പുറം വലിയ ശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു ഈ കുടുംബം. കാരണം 7 വർഷമായി പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതെ ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ സ്ഥിതിക്ക് ഇത്തരത്തിലൊരു വിധി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് അവർ സർക്കാർ അഭിഭാഷകരുമായി അതുപോലെ തന്നെ മറ്റ് ഇവരുടെ അഭിഭാഷകരുമുണ്ട്, അവരുമായി ആലോചിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. കുടകിൽ നിന്നാണ് ഇവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തിയത്. ഇവരുടെ റിയാസ് മൗലവിയുടെ ഭാര്യ ഒപ്പം സഹോദരൻ ഇവരുടെ ബന്ധുക്കളും ഇവിടെ എത്തിയിരുന്നു. എന്തായാലും ഇന്ന് ഇവർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ രാവിലെ നമ്മോട് വ്യക്തമാക്കിയത്. വളരെ നിരാശയോടുകൂടിയാണ് അവർ ഇപ്പോൾ ഇവിടെ കോടതിയിലുള്ളത്. ഇവരുടെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ പറ്റും. ധന്യ, ഈ സംഭവത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യം, പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു, എങ്ങനെയായിരിക്കും വലതുപക്ഷ പാർട്ടികൾ ഇതിനെ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് BJP? ധന്യ, MV ഗോവിന്ദൻ മാഷ് ഇന്ന് കാസർഗോഡ് ജില്ലയിലുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ഒപ്പം പ്രകാശ് ജാവേദ്കർ കാസർഗോഡ് ജില്ലയിലുണ്ട്. കർണാടകയുടെ നേതാവ് നളിൻ കുമാർ കട്ടീൽ കാസർഗോഡ് ജില്ലയിലുണ്ട്. ഇത്തരത്തിൽ ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഉൾപ്പെടെ, BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഉള്ളൊരു ദിവസം ആണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഇവരൊക്കെ കാസർഗോഡ് ജില്ലയിലെത്തിയത്. ആ ദിവസം തന്നെയാണ് ഈ വിധി ഇന്ന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ജാഗ്രതയിലാണ്. ഈ പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ട സാഹചര്യത്തിൽ ഇവർക്ക് സുരക്ഷ കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടി പോലീസിന് വന്നു ചേർത്തിട്ടുണ്ട്. അതും ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇവരെ ഇപ്പോൾ കോടതിയിൽ നിന്നും ഇവരെ ഇപ്പോൾ അത്തരത്തിൽ പുറത്തേക്ക് വിടാൻ സാധിക്കില്ല. ആ രീതിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചും പോലീസ് ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ കോടതിയിൽ തന്നെ നേരിട്ട് നിന്നാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിപ്പോ 2 തവണ മാറ്റിവെച്ചിട്ടാണ്, 2 തവണ നേരത്തെ വിധി പറയാനിരുന്ന കേസിലാണ് ഇന്നിപ്പോൾ വിധി പറയുന്നത്. എങ്ങനെയായിരിക്കും ഇതിൽ പ്രോസിക്യൂഷൻ പ്രതികരിക്കാനിരിക്കുന്നത്? എപ്പോഴായിരിക്കും പ്രതികരണം? അവരുടെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ സമയത്തിനകം തന്നെ നമുക്ക് മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. റിയാസ് മൗലവി കേസിൽ RSS പ്രവർത്തകരായ 3 പേരെയും ഇപ്പോൾ വെറുതെ വിട്ടു എന്ന വാർത്തകളാണ് വരുന്നത്. അജേഷ്, അഖിലേഷ്, നിതിൻ കുമാർ എന്നീ 3 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മദ്രസ അധ്യാപകനായ റിയാസ് മൗലവി 2017 മാർച്ച് 20-നാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം പ്രതികളെ പിടിക്കുന്നു. ഇത്ര വർഷം ജയിലിലുണ്ടായിരുന്ന പ്രതികളെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. വിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതികരണം വരുന്നു. വിധിയിൽ വേദനയുണ്ടെന്ന് കുടുംബത്തിന്റെയും പ്രോസിക്യൂഷന്റെയും പ്രതികരണങ്ങൾ ഇനി വരാനിരിക്കുന്നു. വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത കൂടിയാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് RSS പ്രവർത്തകരാണ്. 3 RSS പ്രവർത്തകരാണ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത്. പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. പ്രതികളെ 2017 മാർച്ച് 20-ന് കാസർഗോഡ് ചൂരി ജുമാഅത്ത് പള്ളിയിലെ മോദീൻ റിയാസ് മൗലവിയാണ് പള്ളിയോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷം RSS പ്രവർത്തകരായ 3 പേരെ, അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെ
അറസ്റ്റ് ചെയ്യുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചിരുന്നു. തടവ് വിചാരണയ്ക്ക് പ്രോസിക്യൂഷൻ കർശന നിലപാടെടുത്തു. അതിനുശേഷം വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും പ്രതികൾ പലതവണ ജാമ്യാപേക്ഷ നൽകുകയുണ്ടായി. പ്രോസിക്യൂഷനും ആക്ഷൻ കമ്മിറ്റിയും കൃത്യമായ ഇടപെടൽ ഈ കേസിൽ നടത്തിയിരുന്നു. ജാമ്യാപേക്ഷ അതുകൊണ്ട് തന്നെ നിരസിക്കപ്പെട്ടു. അവസാനം 7 വർഷത്തിന് ശേഷം പ്രതികൾ 7 വർഷം ജയിലിൽ കിടന്നു. അന്തിമവാദത്തിലേക്ക് എത്തുമ്പോൾ പ്രതികൾ കുറ്റവിമുക്തരായിരിക്കുന്നു. പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 3 RSSകാരെ വെറുതെ വിട്ടിരിക്കുന്നു. കൊലപാതക കുറ്റത്തിന് ബൈജു വീണ്ടും ചേരുന്നുണ്ട്. ബൈജു, എങ്ങനെയാണ് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? ധന്യ, ആക്ഷൻ കമ്മിറ്റി കേസ് നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ വിധിയെ? വളരെ വേദനാജനകമാണ്. ഞങ്ങൾ അപ്രതീക്ഷിതമാണ് ഈ കേസിന്റെ വിധി കണ്ടത്. ഇനി ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷമേ ബാക്കി കാര്യമായി മുന്നോട്ട് പോകുള്ളൂ. പ്രോസിക്യൂഷനായി സംസാരിച്ച് ബാക്കി കാര്യങ്ങളെ മുന്നോട്ട് പോകും. തീർച്ചയായും ഇങ്ങനെയുള്ളൊരു വിധിയായിരുന്നു പ്രതീക്ഷിച്ചത് ഞങ്ങൾ ഒരിക്കലും. കാരണം കഴിഞ്ഞ 7 വർഷമായി പ്രതികൾക്ക് ഹൈക്കോടതി പോലും ജാമ്യം നൽകാത്ത ഒരു കേസായിരുന്നു. കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും ഒരു കേസിന് അവർക്ക് ജാമ്യം കൊടുത്തിട്ടില്ല. ഇത്തരത്തിലൊരു 9 ജഡ്ജിമാർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 3 തവണ വിധി പറയുന്നത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ അതിനൊടുവിൽ ഇപ്പോൾ പ്രതികളെ വെറുതെ വിട്ടു. ഇതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഈ കേസ് നടക്കുന്ന സമയത്താണ് പലർക്കും സ്ഥലം മാറ്റം ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ വളരെ വേദനാജനകമായ നമ്മുടെ പ്രോസിക്യൂട്ടറിൻ്റെ മരണം, M. അശോകൻ ആയിരുന്നു ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തിൻ്റെ മരണവും അതും കുറച്ച് കാലതാമസം ഉണ്ടാക്കി. പിന്നെ കോവിഡ്, അതൊക്കെയാണ് ഇതിൻ്റെ ഈ കേസ് ഇത്ര നീളാനുള്ള കാരണം. പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച എന്ന് നമുക്ക് പ്രാഥമിക പറയാൻ പറ്റും? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം ഈ കേസിൽ വളരെ ഭംഗിയായി സ്പെഷ്യൽ ടീമാണ് ഈ കേസ് അന്വേഷിച്ചത്. വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തിരുന്നു. ബൈജു, അതായത് ജഡ്ജിമാരെ പലവട്ടം മാറ്റിയത് അവർ പറഞ്ഞു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അശോകൻ അദ്ദേഹം മരിച്ചത് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്ത അഡ്വക്കേറ്റ് ഷാജിദാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്രയൊക്കെ